നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ട് വാഗ്ദാനം വികസനം പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലാണ്. തൃക്കരിപ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പോരാട്ടവും. നമ്മളോടൊപ്പം വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അവരുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇന്ന് ചേരുന്നത് വലതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. 1988 മുതൽ UDFന്റെ ഭരണമാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. ആ ഒരു ഭരണം ഈ തവണയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്താ? ഇത്രയും കൊല്ലം ഭരിച്ചു. അത് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങൾ ഈ പ്രദേശത്തെ ഭരണം അംഗീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ കഴിഞ്ഞ 37 വർഷക്കാലവും തുടർച്ചയായി ഇവിടെ തൃക്കരിപ്പൂർ UDF തന്നെ ഭരിക്കുന്നത്. അത് ഇത്തവണ കൂടുതൽ സീറ്റോടുകൂടി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനു മുമ്പ് ഈ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ചരിത്രം ഒന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാം. തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ജനനിബിഡമായ ഒരു പ്രദേശമാണ്. ഏകദേശം 23 വാർഡുകളിലായി 48,000 ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് തൃക്കരിപ്പൂർ. പലപ്പോഴും തൃക്കരിപ്പൂരിന് കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്തായതുകൊണ്ട് തന്നെ ഭരണതലത്തിൽ നിന്നുള്ള ഒരു അംഗീകാരം പലപ്പോഴും നമുക്ക് കിട്ടാറില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല കാസർഗോഡിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കരിപ്പൂരിൽ ഈ ഇത്രയൊക്കെ ജനസംഖ്യയും വാർഡും ഒക്കെ ഉണ്ടായിട്ടും ആനുപാതികമായ ഒരു വിഹിതം പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറില്ല. എങ്കിലും തനത് ഫണ്ടുകളും പ്ലാൻ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത്. എന്തായാലും ഈ 37 വർഷമായിട്ട് UDFന്റെ ഭരണം തന്നെയാണ് അല്ലേ? ഒരു ഏകാധിപത്യ ഭരണം എന്ന് തന്നെ ഇവിടെ പറയാം. ജനാധിപത്യത്തിൽ ഏകാധിപത്യ ഭരണം എന്ന് വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ഏറ്റവും അവസാനമായി ഈ ഒരു 5 വർഷത്തിലുണ്ടാക്കിയ വികസന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഏകാധിപത്യ ഭരണം എന്ന് പറഞ്ഞുകൂടാ. കാരണം UDFന്റെ മുന്നണി അത് ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഇപ്പം തന്നെ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഗ്രാമസഭയിൽ പോയ ഒരു മുറിവുറുപ്പ് പോലും ഇല്ലാത്ത വിധം ഗ്രാമസഭ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായിരിക്കുന്നത്. ഒരു മുറിവുറുപ്പില്ല. ഭരണസമിതി യോഗത്തിൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ 5 വർഷം ഒരു വിയോജനക്കുറിപ്പ് പോലും എഴുതാത്ത രീതിയിലുള്ള ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നത്. ജനങ്ങൾക്ക് വികസനത്തെക്കുറിച്ച് പരാതിയില്ല. ഞങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റും, അടിസ്ഥാന വികസന രംഗത്ത് കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്ന പഞ്ചായത്തിൽ ഒന്നാണ് തൃക്കരിപ്പൂർ. ഇത് ഞങ്ങൾ പറയുന്നതല്ല. 2023 കേരളത്തിലെ അടിസ്ഥാന വികസന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്ന് എന്നതിൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരുന്നു. എനിക്കെന്താ അസൗകര്യമായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു അംഗീകാരമാണ്. അടിസ്ഥാന വികസനത്താണ് ഏറ്റവും നമ്മൾ മുന്നിലെടുക്കേണ്ടത്. ഇപ്പോൾ ഈ അടുത്ത 5 വർഷത്തെ വികസനം തന്നെ നമുക്ക് പറയാം. 40 ഗ്രാമീണ റോഡുകൾ ഞങ്ങൾ പദ്ധതിയിൽ വെച്ചുണ്ടാക്കി. 86 തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 86 കോൺക്രീറ്റ് റോഡുകൾ ഞങ്ങൾ ഉണ്ടാക്കി. 40 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള തെരുവിളക്ക് ലൈനുകൾ ഞങ്ങൾ സ്ഥാപിച്ചു. തൃക്കരിപ്പൂരിലെ ഒട്ടുമിക്ക 99% തെരുവുകൾ, അതായത് താറിട്ട റോഡുകളും നമുക്ക് തെരുവിളക്ക് സ്ഥാപിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കി. 54 മിനി ഐമാസുകളാണ് തൃക്കരിപ്പൂരുള്ളത്. വൈദ്യുതി ചാർജ് മാത്രം ഒരു വർഷം 22 ലക്ഷം രൂപ അടക്കുന്ന പഞ്ചായത്താണ് തൃക്കരിപ്പൂർ അല്ലേ. കിട്ടിയ ഫണ്ടുകൾ പരമാവധി ഉപയോഗപ്പെടുന്നു. ആരോഗ്യമേഖല, യഥാർത്ഥത്തിൽ ആരോഗ്യമേഖലയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ്. വെറും മരുന്നിന് വേണ്ടി മാത്രം 40 ലക്ഷം രൂപ ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്ത്. ആരോഗ്യമേഖലയിലെ ഉടുമുന്തല FHC കെട്ടിടം കാസർഗോഡ് പാക്കേജിൽ ഉണ്ടാക്കിയത് പഞ്ചായത്തിൻ്റെ 25 ലക്ഷം രൂപ അടക്കമുള്ള 1,23 ലക്ഷം രൂപക്കാണ് ചെയ്തത്. സർക്കാരിൻ്റെ സഹായം ലഭിച്ച ഹോമിയോ ആസ്പത്രി ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഹോമിയോ ആസ്പത്രിയുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവിടെ ആവശ്യമായ മരുന്നുകളും കാര്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി. ഉടുമുതല FHCക്ക് അനുബന്ധമായി ഫിസിയോതെറാപ്പി സെൻറ്റർ, അതുപോലെ തന്നെ അവിടെ നല്ല സൗകര്യമുള്ള ആധുനിക സൗകര്യമുള്ള ലാബ്, അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. അവിടുത്തെ ആശാവർക്കർമാരടക്കം അവിടുത്തെ ആരോഗ്യ പ്രവർത്തകന്മാരൊക്കെ എടുത്തു പറയേണ്ടത് അവരുടെ സേവനങ്ങളും കാര്യങ്ങളൊക്കെ. അത് ആ മേഖലയിൽ ലൈഫ് ഭവന പദ്ധതിയിലോ ഞങ്ങൾക്ക് എടുത്തു പറയാൻ നേട്ടമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത പഞ്ചായത്തുകളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ. 301 വീടുകൾക്ക് ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ച് അതിൽ 191 വീടുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. അത് മാത്രം ഞങ്ങൾ ബാധ്യത എടുത്തില്ല. കിട്ടാവുന്ന ഫണ്ടുകൾ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും
എവിടെ നിന്നൊക്കെ കിട്ടും ആ ഫണ്ടുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ 191 വീടുകൾ കൊടുത്തപ്പോഴും ചില വീടുകൾ സാമ്പത്തിക പ്രയാസം കൊണ്ട് അവർക്ക് ഈ 4 ലക്ഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത വീടുകളുണ്ട്. ആ വീടുകൾ ഞങ്ങൾ സെലക്ട് ചെയ്തു. അവർക്ക് എന്തെങ്കിലും സഹായം നൽകണമെന്നുള്ള ഉദ്ദേശത്തോടെ ഉദാരമതികളായ ആളുകളിൽ നിന്ന് സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെയുള്ള അത്തരം ആളുകളുടെ സഹായങ്ങൾ വാങ്ങി 15 ലക്ഷം രൂപ തന്നു. അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് അവർ വീട് പൂർത്തീകരിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആ മേഖലയിലും ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനം ഞാൻ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞ ആരോഗ്യ മേഖല, പാർപ്പിട മേഖല, അതുപോലെ തന്നെ ശുചിത്വ മേഖലയിൽ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിൽ തന്നെ 4 പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തപ്പോൾ ഡൽഹിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ക്ഷണം സ്വീകരിച്ച 4 പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് തൃക്കരിപ്പൂരായിരുന്നു. LDF ഭരിക്കുമ്പോഴാണ് UDFിൻ്റെ പഞ്ചായത്തായ തൃക്കരിപ്പൂരിനെ തിരഞ്ഞെടുക്കുന്നു എന്നത് തന്നെ ഈ പ്രദേശത്തിൻ്റെ ശുചിത്വത്തിനും അതുപോലെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനമാണല്ലോ. ആ അംഗീകാരമാണല്ലോ ലഭിച്ചത്. ഞങ്ങൾ പോയി കഴിഞ്ഞ തവണ വാഗ്ദാനം നൽകിയിട്ട് പൂർത്തീകരിക്കാതെ പോയ എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരുന്നു? അങ്ങനെ എടുത്തു പറയാനില്ല. എല്ലാ മേഖലയും ഞാൻ പറയില്ല. കാർഷിക മേഖലയിൽ 1.25 കോടി രൂപ ഒരു വർഷം ചിലവാക്കുന്നു. കാർഷിക മേഖലയിൽ ആവശ്യമായ കാര്യം 1.25 കോടി രൂപ കാർഷിക മേഖല ചിലവഴിക്കുന്നു എന്ന് പറയാൻ തന്നെ അറിയാമല്ലോ. അതെല്ലാ മേഖലയും നമുക്ക് ചിലവഴിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ 39 അംഗൻവാടിയുള്ള പഞ്ചായത്താണ് തൃക്കരിപ്പൂര്. നല്ല 39 അംഗൻവാടി നല്ല മനോഹരമായ രീതിയിൽ ഞങ്ങളത് ഓരോ വർഷം ഹൈലൈറ്റ് ചെയ്തു വരുന്നുണ്ട്. നല്ലൊരു ഫിഷ് മാർക്കറ്റ് ടൗണിലൊക്കെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള നല്ലൊരു ഫിഷ് മാർക്കറ്റുണ്ട്. നല്ല ആധുനിക രീതിയിലുള്ള MCF, എല്ലാവിധ സൗകര്യങ്ങളുള്ള MCF. പഞ്ചായത്തിൻ്റെ അനക്സ് കെട്ടിടം ഞങ്ങൾ അവിടെ പ്രത്യേകമായി ഒന്ന് പണിത് അവിടെ അത് ചെയ്തു. പിന്നെ സംസ്ഥാനത്ത് തന്നെ മാതൃകയാക്കത്തക്ക രീതിയിലുള്ള ഒരു സ്പെഷ്യൽ കെയർ സെൻറ്റർ, ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സ്പെഷ്യൽ കെയർ സെൻറ്റർ നമ്മളോട് ഒരുക്കി. അതുമാത്രമല്ല, ഞങ്ങൾ ഈ ഭിന്നശേഷിക്കാരായ ആളുകളെ ഓരോ വർഷവും പ്രത്യേകമായി ക്യാമ്പ് വെച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർക്ക് ആവശ്യമായ ഉപകരണം നൽകുന്നു എന്നതാണ് പ്രത്യേകത. ഈ ഒരു പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്ന് പറയാം, ഒന്ന് ചുരുക്കി പറയാം. നമുക്ക് സമയപരിമിതിയിൽ സമയബന്ധിതമായി തീർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഒന്ന് ചുരുക്കി പറയാം. അത് തന്നെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തുടർച്ച എന്നോണം നല്ല മനോഹരമായ രീതിയിലുള്ള പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഒരു കളിസ്ഥലം, അതായത് ചിൽഡ്രൻസ് പാർക്ക് ഞങ്ങൾ എളമ്പച്ചിയിലാക്കി. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ അവിടെ മനോഹരമായ രീതിയിലുള്ള വഴിയോര വിശ്രമം, എല്ലാ സൗകര്യങ്ങളുള്ള വഴിയോര വിശ്രമം ഞങ്ങൾ ഉണ്ടാക്കി. ഫുട്ബോൾ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ കളിസ്ഥലങ്ങൾ ഒരുക്കി. നടക്കാവിൽ ഇൻഡോർ സ്പോർട്സ് കൗൺസിലിൻ്റെ 29 കോടി രൂപയാണെങ്കിലും അതിനാവശ്യമായ ഞങ്ങൾ സ്ഥലം കൊടുക്കണ്ടേ? അതിനാവശ്യമായ സ്ഥലങ്ങൾ ഞങ്ങൾ വിട്ടു നൽകി. അത് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഭരണസമിതിയുടെ ഇച്ഛാശക്തിയാണ്. ഈ തൃക്കരിപ്പൂർ ടൗണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വ്യാപാരികൾ. ആ വ്യാപാരികൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ വ്യാപാരികളുടെ കാര്യത്തിൽ ഞങ്ങൾ അവരുമായി ഇടയ്ക്കിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ലൈസൻസിൻ്റെ പ്രശ്നങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങളൊരു പ്രത്യേക ക്യാമ്പൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുക. അത് അവരുടെ ആവശ്യം പറയും, ഒരു ക്യാമ്പ് വെച്ചൂടെ എന്ന് ചോദിച്ചാൽ ആ ക്യാമ്പൊക്കെ വെച്ച് അതൊക്കെ പുതുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അവരുടെ വലിയ പ്രശ്നങ്ങൾ, വഴിയോരത്തുണ്ടാകുന്ന കച്ചവടത്തിന് വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് വഴിയോരത്തുള്ള കച്ചവടം അടിച്ചിറക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അവർ ജീവിക്കണ്ടേ. അവർക്കൊരു മാനദണ്ഡം വെച്ച് കൊടുത്തു. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നിങ്ങൾ വഴിയോര കച്ചവടം നടത്താൻ പാടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടത്താനുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുപോകും. ഇനിയും കർശനമായ രീതിയിൽ ഞങ്ങൾ അത് അടുത്ത് വരുന്ന ഭരണസമിതിയും ആ നിലയിലേക്ക് തന്നെ മുന്നോട്ട് പോകും. ഉച്ചയ്ക്ക് ശേഷം മാത്രം അവർ തുറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ കൂടെ ആവശ്യം. അവർ പറയുന്ന ന്യായമായ ആവശ്യമാണല്ലോ. ആ ന്യായം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും താങ്കളുടെ വിലപ്പെട്ട സമയം ഇത്രയും നമുക്ക് വേണ്ടി തന്നു. ഇവിടെ ഇപ്പോൾ 37 വർഷമായി തുടർച്ചയായി UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു തുടർഭരണത്തിനായുള്ള ശക്തമായ പോരാട്ടം തുടരുകയാണ് UDF മുന്നണിയും. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ്. കഴിഞ്ഞ 37 വർഷമായി UDFിൻ്റെ ഒരു കുത്തക തന്നെയാണ് ഈ ഒരു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. എവിടെയാണ് ഇടതുപക്ഷത്തിന് വീഴ്ച പറ്റിയത്? ഇടതുപക്ഷത്തിന് എവിടെയും വീഴ്ച പറ്റിയിട്ടില്ല. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വർഷങ്ങളായിട്ട് UDFിൻ്റെ ശക്തമായിട്ടുള്ളൊരു കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഇടതുപക്ഷം നല്ല നിലയിൽ ഇപ്പോൾ കരുത്താർജിച്ച് വരികയാണ്. മുസ്ലിം ലീഗിൻ്റെ കുത്തകയായിട്ടുള്ള തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് CPIM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനവും നല്ല നിലയിൽ വളർന്നു വരികയാണ്. പല പ്രദേശങ്ങളിലും ഇപ്പോൾ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വലിയ സാന്നിധ്യം നമുക്ക് ഈ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
എല്ലാ വാർഡിനകത്തും നമുക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കാനുള്ള പ്രവർത്തകരും അതേപോലെ തന്നെ വോട്ടർമാരും ഇപ്പോൾ ഈ പഞ്ചായത്തിനകത്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. നിലവിലെ ഈ ഒരു വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിലാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്? ഇടതുപക്ഷം 23 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ സ്വതന്ത്രന്മാരുൾപ്പെടെയുള്ള ആളുകളെ 23 വാർഡിലും നമ്മൾ മത്സരിപ്പിക്കുന്നുണ്ട്. വിജയസാധ്യത ഏറെയുള്ള വാർഡ് ഏതാണ്? വിജയസാധ്യത എല്ലാ വാർഡിലും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആ നിലയിൽ ചുരുക്കം ചില വാർഡുകൾ ഒഴിച്ച് ബാക്കി ഇത്തവണ പഞ്ചായത്ത് ഭരണത്തിലേക്ക് കയറാൻ പറ്റാവുന്ന വിധത്തിലേക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്തിനകത്ത് വലിയ രീതിയിലേക്കുള്ള ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല UDFനകത്ത് വലിയ രീതിയിലേക്കുള്ള അന്തചിത്രം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരായിട്ട് UDFനകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വോട്ടായി മാറും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ 37 വർഷമായി UDF ഭരിക്കുന്നെന്ന് പറഞ്ഞു. അവർക്ക് ചെയ്യാൻ പറ്റാതെ പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ പദ്ധതികൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനോ ഇവിടുത്തെ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും പഞ്ചായത്ത് ഇത്രയും കാലമായിട്ട് എടുത്തിട്ടില്ല. വർഷങ്ങളായിട്ട് പുറമ്പോക്കിൽ കുടിൽ കെട്ടി താമസിക്കുന്നവർക്ക് പട്ടയം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇവർ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് പോലും താമസിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കൈവശരേഖയും പട്ടയവും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ചുരുക്കത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ അതിന് വേണ്ടുന്ന മൂർത്തമായിട്ടുള്ള പ്ലാനിങ് നടത്തുന്നതിനോ തൃക്കരിപ്പൂർ പഞ്ചായത്ത് വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDFന് സാധിക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നുണ്ട്? മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പൊതുവിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി അതിൽ ഭാഗവാക്കാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. എന്നാൽ സമഗ്രമായിട്ട് മാലിന്യ സംസ്കരണം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു പരിപാടിയും ഇവിടെയില്ല. എന്നാൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടുന്ന ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിനു വേണ്ടുന്ന യാതൊരു സംവിധാനവും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ട് ഹരിതകർമ്മസേനയും അതേപോലെ തന്നെ നമ്മുടെ ഈ മേഖലയിലുള്ള സന്നദ്ധ സംഘടനകളുമൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലേക്കുള്ള മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെ പഞ്ചായത്തിനകത്ത് നടക്കുന്നു എന്നതിൽ കവിഞ്ഞ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് ഈ മാലിന്യം സംസ്കരിക്കുന്നതിനോ അതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു ഗ്രാമപഞ്ചായത്തിൽ അടിയന്തരമായി പരിഹരിക്കപ്പെടണം എന്ന് തോന്നുന്ന ജനകീയ പ്രശ്നം എന്താ? ഈ പഞ്ചായത്തിനകത്ത് അടിയന്തരമായി പരിഹരിക്കേണ്ടുന്ന ജനകീയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. നമ്മുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അതുപോലെ തന്നെ കിഴക്കൻ ഭാഗങ്ങളിലും വലിയ രീതിയിൽ ഉപ്പുവെള്ളം കയറി കിണറുകൾ മലിനമാകുന്ന ഒരവസ്ഥയുണ്ട്. കിണറുകളെല്ലാം അശുദ്ധമാകുന്നുണ്ട് ഈ ഉപ്പുവെള്ളം കയറിയിട്ട്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം ഇവിടെ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊന്ന് കൃഷിയാണ്. നമ്മുടെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വയലുകളുള്ള ഒരു പ്രദേശമാണ് തൃക്കരിപ്പൂരിൻ്റെ പടിഞ്ഞാറും കിഴക്കും ഭാഗങ്ങൾ. ഈ വയലുകളൊന്നും തന്നെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളില്ല. അവിടെയൊക്കെ ഉപ്പുവെള്ളം കയറുകയാണ്. ഇന്നലെ ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്ന ചിത്രങ്ങൾ സഹിതം ഇന്നലെ വാർത്ത കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തടയണ കെട്ടി അത് തടഞ്ഞു നിർത്താനുള്ള പദ്ധതികളൊന്നും തന്നെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുന്നില്ല. അതുകൊണ്ട് കാർഷിക മേഖലയിലും ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങളിലും ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ നാളിതുവരെയായിട്ട് UDFന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാനായിരിക്കും നമ്മുടെ ഇടതുപക്ഷം അധികാരത്തിലേറിയാൽ മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് പറയാറ്. ഇത്തവണത്തെ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഇത്തവണത്തെ പ്രകടന പത്രികയിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്, വികസന മുരടിപ്പ്. ഈ പഞ്ചായത്തിനകത്തുള്ള വിവിധ സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വ്യാവസായിക മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വയം
സംരംഭകർക്കുള്ള പ്രോത്സാഹനവും അവർക്ക് അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതൊന്നും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പരിഗണനയിലില്ല. അതൊക്കെ നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിൽ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കണം. അതേപോലെ തന്നെ ഈ തീരപ്രദേശത്തുള്ള പുഴകൾ, കണ്ടൽക്കാടുകൾ വെട്ടി ഈ പുഴകളൊക്കെ കയ്യേറുന്ന ഒരു പ്രവണത ഈ പഞ്ചായത്തിനകത്ത് വളരെ ശക്തമായിട്ടുണ്ട്. ഭരണപക്ഷത്തിരിക്കുന്നവർ തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടൽക്കാടുകൾ വെട്ടി പുഴ കയ്യേറുക, പുറമ്പോക്ക് സ്ഥലം കയ്യേറുക, അത് സ്വകാര്യമായി വച്ച് അനുഭവിക്കുക, ഇതൊക്കെ ഈ പഞ്ചായത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ നിർബാധം തുടരുകയാണ്. ഇതൊക്കെ തടഞ്ഞ് അതൊക്കെ പഞ്ചായത്തിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഗതാഗത സൗകര്യം, ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ അകത്തുള്ള ഗതാഗത സൗകര്യം സുഗമമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. മേൽപ്പാലം നമുക്കറിയാലോ, 2-3 മേൽപ്പാലങ്ങൾ ഇപ്പോൾ കടലാസിൽ കിടക്കുകയാണ്. ആ മേൽപ്പാലങ്ങളുടെ പണി ദ്രുതഗതിയിൽ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ട് നമുക്ക് നടത്തിയാൽ ആ കാര്യം നമുക്ക് പരിഹരിക്കാനും ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും കഴിയും. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിനകത്ത് പൊതു ശൗചാലയം ഇപ്പോഴില്ല. പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ ടാക്സി സ്റ്റാൻഡുകൾ പഞ്ചായത്തിനകത്തില്ല. ഒട്ടേറെ ഓട്ടോറിക്ഷ മേഖലയിലും അതുപോലെ തന്നെ ടാക്സിയും ഓടിക്കുന്ന ആളുകൾ ഉപജീവനത്തിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളില്ല. ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം മുൻതൂക്കം കൊടുക്കുന്നത്. ഒരു സമൂഹത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് യുവത. ഈ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ പരിപാടികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇടുന്നത്? യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ അകത്ത് വലിയ രീതിയിലേക്ക് ഫുട്ബോളിൻ്റെ ഒരു ഗ്രാമമാണ് തൃക്കരിപ്പൂർ. അതുപോലെ തന്നെ കായിക മേഖലയിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വലിയ കൂവൽ മൈതാനം ഇപ്പോൾ സിന്തറ്റിക് സ്റ്റേഡിയമാക്കുകയും അത് ഏറ്റവും ഉയർന്ന നിലയിൽ നമ്മുടെ കോഴിക്കോടിനിപ്പുറം തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റേഡിയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് 40 കോടി ഉറുപ്പിക ചെലവഴിച്ചിട്ടാണ് നമ്മുടെ MLAയും അതേപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായ MLAയും ഒക്കെ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ സ്റ്റേഡിയം ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കായിക രംഗത്ത് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒട്ടേറെ നടപടികൾ സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന വിധത്തിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയാൽ പരിശ്രമിക്കും. കഴിഞ്ഞ തവണത്തേക്കാളും പ്രചരണ രീതികളിൽ എന്ത് വ്യത്യസ്തതയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? കഴിഞ്ഞ തവണത്തേക്കാളും പ്രചരണ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ പ്രചരണം നടക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ള നിലയിൽ വലിയ രീതിയിലേക്കുള്ള പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. പുറത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്കുള്ള പ്രചരണം ഇപ്പോൾ നല്ല നിലയിൽ നമ്മുടെ പഞ്ചായത്തിനകത്തും പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തൊക്കെയാണ്? ജനങ്ങൾ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്, അത് വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ മുരടിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയൂ. നമുക്ക് ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകാനുണ്ട്. ഇതേ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ പുരോഗതിയും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു പൊതുബോധം ജനങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ശരി, ഈ ഒരു വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലൂടെ വാഗ്ദാനമല്ലാതെ നിറവേറ്റാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി നിറവേറ്റാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം, ചുരുക്കി പറയാം. ഞങ്ങൾ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർവഹിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് തന്നെയാണ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കാനുള്ള ആർജവം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പ്രഖ്യാപിച്ച എല്ലാ പ്രഖ്യാപനങ്ങളും ഈ 5 വർഷക്കാലത്തിനുള്ളിൽ നടപ്പിലാക്കി മാതൃക കാണിച്ചതാണ്. അതിൻ്റെ പിന്മുറക്കാരാണല്ലോ തൃക്കരിപ്പൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകി അവരുടെ വോട്ട് വാങ്ങി രക്ഷപ്പെടുക എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരുവിധ പ്രവണതയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പറയുന്ന കാര്യം നടപ്പിലാക്കും. ശരി, എന്തായാലും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ
തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് BJPയുടെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ ഒരു തദ്ദേശ ഭരണത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ BJPയുടെ സാന്നിധ്യം കുറവാണ്. അതെന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യം കുറവാണ് എന്ന് പറയുന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം BJP ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി 22 വാർഡുകളിലും ആ BJPയുടെ പ്രതിനിധികൾ മത്സരിക്കുന്നുണ്ട്. അതുപോലെ ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ അകത്തുള്ള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 3 ഡിവിഷനിലും BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന തൃക്കരിപ്പൂരും പിലിക്കോടും ഉൾപ്പെടുന്ന പിലിക്കോട് ഡിവിഷനിലും BJPയുടെ പ്രതിനിധികൾ മത്സരിക്കുന്നു. ഇതുവരെയുള്ള ഭരണത്തിൽ BJPയുടെ സാന്നിധ്യം കുറവാണ് അല്ലേ? ഭരണത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റിയത്? തീർച്ചയായും ഇവിടെ ഉണ്ടായിരുന്ന ഭരണത്തിൽ BJPയുടെ സാന്നിധ്യം കുറവാണ്. പക്ഷേ BJPക്ക് ഒരു വീഴ്ച പറ്റി എന്ന് പറഞ്ഞാൽ അതിനെ കണ്ണുമടച്ച് നമുക്ക് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഇവിടെ ഈ കാലങ്ങളായി ഈ പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് അപ്രമാദിത്യമുള്ള അല്ലെങ്കിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ്. BJP ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന വികസനമായ കാഴ്ചപ്പാടുകളാണ്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ സജീവമായ പ്രവർത്തകർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മൃഗീയ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ വിജയിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് കാലങ്ങളായി ഇവിടെ ജനപ്രതിനിധികളില്ലാത്തത്. പക്ഷേ ഈ 2025 തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ തീർച്ചയായും അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് NDA ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ആ പദ്ധതികൾ ഈ നാട്ടിൽ ഈ ഗ്രാമത്തിൽ ഉൾപ്പെടെ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് എത്രമാത്രം ലഭിച്ചു എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കതറിയാം. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായും 2025 ഡിസംബർ 13 വോട്ടെണ്ണി കഴിയുമ്പോൾ ഇതുവരെ നമുക്ക് പ്രതിനിധികളില്ലാത്ത ഈ ഗ്രാമപഞ്ചായത്തിൽ തീർച്ചയായിട്ടും BJPക്ക് 3-ൽ കൂടുതൽ ജനപ്രതിനിധികൾ ഈ പഞ്ചായത്തിൻ്റെ അകത്തുണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ പഞ്ചായത്ത് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും വലിയൊരു നിർണായക ശക്തിയായി BJP തെരഞ്ഞെടുപ്പിൽ മാറുമെന്നതിനും ഇവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ BJPക്കും NDAയ്ക്കും യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ പ്രചരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ് ഈ തവണത്തെ പ്രചരണ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? കഴിഞ്ഞ തവണത്തെ പ്രചരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കൂടുതൽ വീടുകളിലേക്ക്, ജനങ്ങളിലേക്ക്, ഓരോ വ്യക്തികളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് ആ ഗുണഭോക്താക്കളെ നേരിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഭ്യർത്ഥന ഞങ്ങൾ ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ നോട്ടീസുകൾ അടിക്കുന്ന രീതികളിലേക്ക് മാറുന്നു. അതൊക്കെ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും നരേന്ദ്രമോദിയുടെ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഡിജിറ്റൽ ഇന്ത്യയെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടുത്തെ നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ തവണ BJPയുടെ പ്രചരണം കൂടുതൽ ജനങ്ങളിലേക്ക്, അതായത് യുവജനങ്ങളിലേക്ക്, അതുപോലെ ഇത് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി ഇടപെടണം തോന്നിയ ഈ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ജനകീയ പ്രശ്നം എന്താ? അടിയന്തരമായി ഇടപെടണം എന്ന് തോന്നിയിട്ടുള്ള 2-3 പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളാപ്പ് ബീരിച്ചേരി റെയിൽവേ മേൽപ്പാലമാണ്. കാരണം വർഷങ്ങളായി, അതായത് അഹമ്മദ് റെയിൽവേ സഹമന്ത്രി ആയിരുന്നിട്ട് കൂടി ഇവിടുത്തെ ഭരണകക്ഷിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് കൂടി 2 റെയിൽവേ മേൽപ്പാലങ്ങളെയും ഒന്നാക്കിക്കൊണ്ട് ഒരു റെയിൽവേ മേൽപ്പാലമായി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ കാലങ്ങളിൽ അത് നിർമ്മിക്കാതെ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ച ഇവിടുത്തെ ഭരണസമിതിയോട് അല്ലെങ്കിൽ ഇവിടുത്തെ BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അവർക്കെതിരെയാണ് BJP ഇത്തവണ അല്ലെങ്കിൽ NDA ഈ തവണ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ഒരു ജനകീയ കമ്മിറ്റികളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദി ഗവൺമെൻറ് ഏറ്റവും വലിയ ആശയമാണ് 2025 കൂടി, ശരിക്കും പറഞ്ഞാൽ 2023 കോവിഡ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ 2023 കൂടി രാജ്യത്തുള്ള മുഴുവൻ റെയിൽവേ ക്രോസുകളും ഒഴിവാക്കിക്കൊണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ അണ്ടർ പാസേജുകൾ നിർമ്മിച്ചുകൊണ്ട് ഗതാഗതം കാര്യക്ഷമമായ രീതിയിൽ മാറ്റണമെന്നുള്ളതായിരുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ് ഏറ്റവും വലിയ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി നമ്മുടെ വെള്ളാപ്പിലും ബീരിച്ചേരിയിലും പുതിയ റെയിൽവേ മേൽപ്പാലം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേഗത ദ്രുതഗതിയിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു കർമ്മസമിതിയുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. പക്ഷേ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇത് ചെയ്യാമായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു അഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത്. അന്ന് പോലും അത് ചെയ്തിട്ടില്ല. ഏറ്റവും അവസാനം നമ്മുടെ വലിയോർമ്പിൽ പുഴയിൽ മുങ്ങി മരിച്ച ഒരു കുട്ടിയെ കൊണ്ട് ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ഓടുന്ന ഗേറ്റ് അടച്ച് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ഓടി വരുന്ന ഒരു ദയനീയമായ സാഹചര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ വിഷയം എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ പുറകിൽ തന്നെ വളരെ സജീവമായിട്ടുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ
BJPയുടെ ഒരു നിവേദക സംഘം റെയിൽവേ മന്ത്രിയെ കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനോടകം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശരി, ഇത്രയും വർഷം 37 വർഷമായി ഇവിടെ UDFന്റെ കുത്തക തന്നെയായിരുന്നു. അവരുടെ ഭരണസമിതിയിൽ ഉണ്ടായ ഒരു കെടുകാര്യസ്ഥത തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? കെടുകാര്യസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനാടാണ് നമ്മുടെ ഏറ്റവും വലിയ നെല്ലറ എന്ന് പറയുന്നത്. അതുപോലെ തൃക്കരിപ്പൂരിൻ്റെ നെല്ലറ എന്ന് പറയുന്നത് കുട്ടനാടിയാണ്. ഇതിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള പേക്കടം പ്രദേശത്തുള്ള ഏക്കർ കണക്കിന് വരുന്ന കുട്ടനാടി നെൽവയലുകൾ അതിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി കാലങ്ങളായി ഇവിടുത്തെ പഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപ മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ ആ മാറ്റിവെക്കുന്ന തുകയൊന്നും അതിൻ്റെ പ്രചരണത്തിനോ അല്ലെങ്കിൽ നെല്ല് ഉൽപ്പാദനത്തിനോ ആ മേഖലയ്ക്കോ വേണ്ടി സഹായകമാകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉളിയൻകടവ് ചരിത്രത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും വലിയ ഉപ്പ് സത്യാഗ്രഹം ദണ്ഡിക്കടപ്പുറത്ത് നടന്നപ്പോൾ ഇവിടെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ അപ്പുറത്തും ഇപ്പുറത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തിൽ ഇക്കരയും ഉളിയൻകടവിലും സ്വാതന്ത്ര്യ സമരം നടന്ന ഒരു സമരഭൂമികയാണ്. ഏറ്റവും ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ഒരു വിനോദസഞ്ചാര മേഖലയാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചരിത്ര ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഒരു പഠന വിഷയമാക്കാൻ സാധിക്കുന്ന ഉളിയൻകടവിനെ തികച്ചും വിസ്മരിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കുന്നത്. അത് ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കെടുകാര്യസ്ഥതയാണ്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അവർ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റുന്നു എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് UDF എന്ന് പറയുന്നത്. ആ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ അകത്താണ് ഇത്രയും വലിയ ഒരു സംവിധാനമുള്ളത്. കാരണം ആ സ്വാതന്ത്ര്യ സമര ഭൂമികയെ നിങ്ങൾ അവിടെ ചെന്നാൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ചെറിയൊരു സ്തൂപം കെട്ടി അതിൻ്റെ ഉദ്ഘാടനം നടത്തി ഇന്ന് അവിടെയുള്ള ഒരുപറ്റ് സാമൂഹ്യ വിരുദ്ധർക്ക് വന്നിരിക്കാൻ അല്ലെങ്കിൽ മറ്റ് പല ആ പ്രദേശത്തല്ല മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും സാമൂഹ്യ വിരുദ്ധർ വന്നിരുന്ന് ആ നാടിനൊരു ശാപമായി മാറുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് അത് ഗ്ലോറിഫൈഡ് താലൂക്ക് ആശുപത്രിയാണ്. അത് നമുക്ക് താലൂക്ക് ആശുപത്രി എന്ന് വേണം പറയാം. കാരണം യാതൊരു സംവിധാനമുള്ള പുതിയ ഏതാണ്ട് 2 കോടിയോളം രൂപ ആ ചെലവിൽ അവിടെ ഒരു കെട്ടിടം പണിതുണ്ട്. ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു സ്റ്റെയർ കേസില്ല, റാമ്പില്ല, ലിഫ്റ്റില്ല. ഇതെങ്ങനെയാണ് അവിടത്തേക്ക് പറന്നു കയറുകയാണ്. ഇതാണ് ഈ പഞ്ചായത്തിൻ്റെ അകത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാലിക്കട് മുതൽ ഒളവറ പാലം വരെയുള്ള നമ്മുടെ റോഡ് എന്ന് പറയുന്നത്. ഈ പഞ്ചായത്ത് പ്രവർത്തനം ആരംഭിച്ച കാലത്തിന് മുൻപേ ഈ റോഡുണ്ട്. ഇന്നും ആ റോഡിൻ്റെ അവസ്ഥ ഇതേ സ്ഥിതിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2020 മുതൽ 2025 വരെ നമ്മൾ വാഹന സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് 12% വാഹനങ്ങളുടെ വർധനമാണ് ഈ പഞ്ചായത്തിന് മാത്രം ഉണ്ടായിട്ടുള്ളത്. 12% വാഹനങ്ങൾ വർദ്ധിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കണക്കാണ്, ചെറിയ കണക്കല്ല. ഈ കണക്കുകളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ അടിസ്ഥാന സുസ്ഥിര വികസന രംഗത്ത് ഈ ഗതാഗത രംഗത്ത് യാതൊരു മാറ്റവും സൃഷ്ടിക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. റോഡ് വീതി കൂട്ടാൻ സാധിച്ചിട്ടില്ല, റോഡിന് കൃത്യമായ രീതിയിൽ ഡ്രൈനേജുകൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല, വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല, ഇവിടുത്തെ ഗതാഗത കുരുക്കുകൾ അല്ലെങ്കിൽ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ അകത്തേക്ക് വാഹനവുമായി കടന്നു വരുന്ന ഒരാൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സംവിധാനമില്ല. അപ്പോൾ എല്ലാ മേഖലയിലും ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും പരാജയമാണ്. ഇനി BJP അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? BJP അധികാരത്തിൽ വന്നാൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞ തൃക്കരിപ്പൂരിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടായിരിക്കും BJPയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് റോഡ് തന്നെയാണ്. എല്ലാ റോഡുകളും ഇപ്പോൾ വിവേചനമാണ്. പടിഞ്ഞാറൻ മേഖലയിൽ ലീഗിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവരവരുടെ റോഡുകൾ വികസിപ്പിക്കുന്നു. കിഴക്കൻ മേഖലയെ പൂർണ്ണമായി അവഗണിക്കുന്നു. വിവേചനമില്ലാത്ത ഒരു ഭരണം BJP NDA സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ വിവേചനമില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ മറ്റൊരു വേലിക്കെട്ടുകളുമില്ലാതെ വിവേചനരഹിതമായ ഒരു ഭരണം നമ്മൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കും. അടിസ്ഥാന വികസനത്തെ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും BJPയുടെ പ്രവർത്തനം നടക്കുന്നത്. എല്ലാ മേഖലയിലും റോഡ്, ഗതാഗത മേഖലകളിൽ, കാർഷിക രംഗങ്ങളിൽ, ആരോഗ്യ രംഗങ്ങളിൽ, വിദ്യാഭ്യാസ രംഗം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട വിഷയമാണ്. കാരണം തൃക്കരിപ്പൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ഒരു സംവിധാനവുമില്ല. ആകെ പറയാനുള്ളത് നമുക്കൊരു പോളിടെക്നിക് കോളേജുകളാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ കേന്ദ്രവും ഈ തൃക്കരിപ്പൂരിനില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കായിക രംഗത്തേക്ക് കായിക താരങ്ങളെ വളർത്തിയെടുത്ത ഒരു പഞ്ചായത്താണ് ഈ തൃക്കരിപ്പൂർ പഞ്ചായത്ത്. ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ കായിക പ്രേമികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് സൗകര്യമാണുള്ളത്? അത്തരം താരങ്ങളെ ഇനിയും കൂടുതൽ ഈ രാജ്യത്തിൻ്റെ അഭിമാനമാകേണ്ട ഒരുപാട് കായിക താരങ്ങൾ ഈ തൃക്കരിപ്പൂരിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തും. അതുപോലെ രോഗികളായ നിർധനരായ ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികളെ കണ്ടെത്തും. ഇവിടെ ഈ പഞ്ചായത്ത് പറഞ്ഞ സമ്പൂർണ്ണ വികസിത പഞ്ചായത്താണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇന്നും വീടില്ലാത്ത ഷെഡിൽ കിടന്നുറങ്ങുന്ന നിരവധി കുടുംബങ്ങളുണ്ട്.
നമ്മുടെ കൂടെ വന്നാൽ നമ്മൾ കാണിച്ചു തരാൻ സാധിക്കും. കാരണം അത്തരം കുടുംബങ്ങളെ വീടില്ലാത്ത, പൂർണ്ണമായും പാർപ്പിടങ്ങളില്ലാത്ത, വീടില്ലാത്ത ഒരു കുടുംബവും BJPയുടെ ഭരണകാലത്ത്, NDAയുടെ ഭരണകാലത്ത് ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടാവില്ല. ശരി, എന്തായാലും BJP ഇവിടെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ പൂർണ്ണ സജ്ജരായിരിക്കുകയാണ്.